ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാച്ചേഴ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നാച്ചുറൽ ബീഡ്സിൻ്റെ ഫാമാണ്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 12ഓളം തരം പച്ചക്കറികൾ ഈ ഒരു ഫാമിലുണ്ട്. അതേമാതിരി നമുക്ക് വേറെ 1-2 ഫാമും കൂടി ഉണ്ട്. ഇത് ദുബായിലെ ഒരു നാച്ചുറൽ ബീഡ്സ് ഓർഗാനിക് എന്ന് പറഞ്ഞൊരു ഉപഭോക്തൃ കൂട്ടായ്മയുണ്ട്. അവിടെ നമ്മുടെ തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ ആ ഓർഗാനിക് ഷോപ്പിലേക്കാണ് നമ്മുടെ ഇവിടുത്തെ പച്ചക്കറികളെല്ലാം കയറി പോകുന്നത്. ഇത് നമ്മളിവിടെ പച്ചക്കറികൾ ചെയ്യുന്നത് പൂർണ്ണമായും ഒരു ജൈവ രീതിയിലുള്ള പച്ചക്കറി രീതിയാണ്. നമ്മുടെ അവിടുത്തെ ഷോപ്പും ഓർഗാനിക് ഷോപ്പാണ്. ഇന്ന് നമ്മളിവിടെ പീച്ചിങ്ങ റിഡ്ജ് ഗാർഡ് പീച്ചിങ്ങനെ കുറിച്ചുള്ള അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ചെറിയൊരു റെസിപ്പിയും കൂടി നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായിട്ട് വളം ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പോസ്റ്റിലാണ് നമ്മൾ അടിവളം തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്ലറി എല്ലാ ഇടവേളയും ഓരോ ദിവസം നമ്മൾ ഇടപെട്ട് നമ്മൾ സ്ലറി കൊടുക്കും. അതിൽ ചാണകവും മൂത്രവും കപ്പലിൻ്റെ പിണ്ണാക്കും പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കെട്ടിവെച്ചിട്ടാണ് നമ്മൾ സ്ലറി തയ്യാറാക്കുന്നത്. പീച്ചിങ്ങയുടെ പ്രത്യേകത, പീച്ചിങ്ങ പൂക്കണത് സാധാരണ വൈകിട്ടാണ്. ഒരു 6 മണിക്ക് ശേഷമാണ് പീച്ചിങ്ങയുടെ പൂവുകൾ. നല്ല ഭംഗിയാണ് പീച്ചിങ്ങയുടെ പൂവുകൾ ശരിക്കും കാണാനായിട്ട്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് മെറ്റബോളിസത്തിൻ്റെ ത്വരിതപ്പെടുത്താനൊക്കെ ഒരുപാട് ഫലപ്രദമാണ്. അതേമാതിരി തന്നെ പൊട്ടാഷ്യം കൂടുതലുള്ളതിൻ്റെ പേരിൽ തന്നെ ഈ നമ്മുടെ പ്രഷറിനൊക്കെ കൺട്രോൾ ചെയ്യാനും ഹൃദയാരോഗ്യത്തിന് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ഫോസ്ഫറസും കാൽസ്യം ഒരുപാട് കൂടുതലുള്ളതിൻ്റെ പേരിൽ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും അതുമാതിരി ചർമ്മത്തിന് തിളക്കം കൂട്ടാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ഒരു വിഭവമാണ് നമ്മുടെ പീച്ചിങ്ങയുടെ ചെറിയൊരു വിഭവത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരു ചെറിയൊരു മെഴുക്ക് പുരട്ടി മാതിരിയാണ് വെക്കുന്നത്. അത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കൊരു മൂപ്പ് കുറവിലുള്ള പീച്ചിങ്ങ ആയിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടുക്, ചെറുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് നാളികേരം ചെരുകിയത്, പിന്നെ നമുക്ക് പീച്ചിങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വേപ്പില വേണം, പച്ചമുളക്, പിന്നെ നമ്മളുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. സംഭവം സൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോരൻ ഈ പീച്ചിങ്ങ തോരനാണ്.